നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറയിൽ നടുവൊടിക്കുന്ന ദുരിത വഴിയിൽ വലഞ്ഞ് 9 കുടുംബങ്ങൾ. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പെടുന്ന ഇളങ്കുന്ന് സ്ട്രീറ്റിലെ കുടുംബങ്ങളാണ് പഞ്ചായത്ത് അധികൃതരുടെയും MLAയുടെയും അവഗണനയാൽ ദുരിതവഴി താണ്ടുന്നത്. ഊരകത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും പണം കവരുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. ഊരകം ചെറിയപാലം സ്വദേശി വെളിയത്ത് വീട്ടിൽ കണ്ണനാണ് അറസ്റ്റിലായത്. സഞ്ജീവനി സമിതിയും ദേശീയ സേവാഭാരതിയും സംയുക്തമായി ചേർന്ന് നിർമ്മിച്ച ഡയാലിസിസ് സെന്റർ ഊരകത്ത് പ്രവർത്തനം ആരംഭിച്ചു. നിർധന രോഗികൾക്കായാണ് സൗജന്യ ഡയാലിസിസ് സെന്റർ സജ്ജമാക്കിയത്. വാർത്തകൾ വിശദമായി. വല്ലച്ചിറയിൽ നടുവൊടിക്കുന്ന ദുരിതവഴിയിൽ വലഞ്ഞ 9 കുടുംബങ്ങൾ. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽപ്പെടുന്ന ഇളങ്കുന്ന് സ്ട്രീറ്റിലെ കുടുംബങ്ങളാണ് പഞ്ചായത്ത് അധികൃതരുടെയും MLAയുടെയും അവഗണനയാൽ ദുരിതവഴി താണ്ടുന്നത്. വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂൾ കപ്പേള റോഡിന് സമീപത്താണ് സഞ്ചാരയോഗ്യമല്ലാത്ത ഇളങ്കുന്ന് സ്ട്രീറ്റ്. കഴിഞ്ഞ 20 വർഷം മുൻപ് ശക്തമായ മഴ മൂലം കിടങ്ങിന് സമാനമായ രീതിയിൽ നിറയെ കുണ്ടും കുഴികളുമായിരുന്നു ഇളങ്കുന്ന് സ്ട്രീറ്റ് റോഡ്. 12 അടി വീതിയിൽ 200 മീറ്ററിൽ താഴെ മാത്രമാണ് ഇവിടെ വഴിക്ക് നീളമുള്ളത്. സ്കൂട്ടറിലും മറ്റും സഞ്ചരിക്കുന്നതിനിടെ വഴിയിലെ ഗർത്തങ്ങളിൽ വീണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് മുൻപ് പരിക്കേറ്റിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും വാർഡ് മെമ്പറായിരുന്ന വനജ ബാബു അടക്കമുള്ളവർ വീട്ടുകാരുടെ നല്ലൊരു റോഡെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് ഉറപ്പു നൽകും. കൂടാതെ ഗ്രാമസഭകളിൽ സ്ത്രീകൾ ഉൾപ്പെടെ റോഡ് നിർമ്മാണം അടിയന്തരമായി ആവശ്യമായി ഉന്നയിക്കുന്നതും പതിവായിരുന്നു. ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്നവരോട് റോഡ് നിർമ്മാണം ഉടനുണ്ടാകുമെന്ന പതിവ് മറുപടിയാണ് അധികൃതർ നൽകാറുള്ളത്. ഇത് നാളുകളായിട്ട് ഈ വഴിയിൽ യാത്ര സൗകര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു റോഡായിരുന്നു. ഇത് വലിയൊരു അഗാധമായ ഗർത്തം പോലെയുള്ളൊരു വഴിയായിരുന്നു. ഈ വഴിയൊന്നും നന്നാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ വളരെ നാളുകളായിട്ട് കിടന്ന് നടന്ന് ഒരു കാര്യം ഉണ്ടായില്ല. അതിന് ശേഷം ഈ പഞ്ചായത്തിൻ്റെ ഗ്രാമസഭ ഇവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാ മാസവും ഇവിടുത്തെ പെണ്ണുങ്ങൾ അവിടെ ഗ്രാമസഭയിൽ കൊണ്ടിരുത്തും. അവിടെ ചെന്നിരുന്നിട്ട് ഈ റോഡിൻ്റെ കാര്യങ്ങൾ പറയാം. അവർ മൈൻഡ് ചെയ്യാറില്ല. ലാസ്റ്റ് ഈ കുഴിയൊന്നും അടച്ചു തരാൻ കുറച്ച് മണ്ണെങ്കിലും ഇട്ടതായോ നിങ്ങൾ, ഒന്നല്ലെങ്കിൽ നമ്മുടെ വാർഡ് നമ്മുടെ പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ വാർഡല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇത് കുഴിയിൽ മണ്ണിടാണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ശ്രീശക്തി എന്നൊക്കെ കാശെടുത്ത് 10-28,000 രൂപ ചിലവാക്കിയിട്ട് ഞങ്ങൾ മണ്ണടിച്ച് ക്വാറി വേസ്റ്റ് അടിച്ചിട്ട് ഞങ്ങൾ ലെവൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് പോലും ഈ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് ഈ കാശ് പഞ്ചായത്തിൽ നിന്ന് പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു, അത് തന്നില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ MLAരെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയുണ്ടായി. MLA പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇതിൻ്റെ ഫണ്ട് പാസ്സാക്കി തരാം, നിങ്ങൾ റോഡ് ശരിയാക്കിക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ മാസത്തിൽ MLA എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുരേന്ദ്ര, നിങ്ങളുടെ റോഡ് പണിയാനുള്ള കാശ് ശരിയാക്കിയിട്ടുണ്ട്. ആ കാശ് നിങ്ങൾ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വാർഡ് മെമ്പറെ കണ്ടിട്ടും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിട്ടും നിങ്ങൾ ആ കാശ് എടുത്തിട്ട് നിങ്ങൾ വഴി ശരിയാക്കിക്കോളാൻ പറഞ്ഞു. ആ കാശ് ഇന്ന വരയ്ക്ക് അവർ ഒന്നും ചെയ്തില്ല. ആ കാശ് എടുത്തിട്ട് തൊട്ടപ്പുറത്തെ റോഡ് ടാറിങ് ചെയ്തു. MLA ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചു നൽകാമെന്ന KK രാമചന്ദ്രൻ MLA ഇളങ്കുന്ന് സ്ട്രീറ്റിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നതാണ്. CPI അനുഭാവികളാണ് ഇവിടെയുള്ള കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും. ഇതിൽ തന്നെ CPI ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമുണ്ട്. പഴയ വാർഡ് മെമ്പറും അധിക ചുമതലയുള്ള മെമ്പറും ഇളങ്കുന്ന് സ്ട്രീറ്റിലെ 9 കുടുംബങ്ങളെയും കൈയൊഴിഞ്ഞ മട്ടാണ്. 2 തവണയാണ് ഇളങ്കുന്ന് സ്ട്രീറ്റ് റോഡ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതായി പറയുന്നത്. എന്നാൽ 2 തവണയും ഇളങ്കുന്ന് സ്ട്രീറ്റിലെ കുടുംബങ്ങൾ അവഗണിക്കപ്പെടുകയായിരുന്നു. 3 വർഷം മുൻപ് ഇവിടെയുള്ള വീട്ടുകാർ സ്ത്രീ ശക്തിയുടെയും മറ്റും 28,000 രൂപ സമാഹരിച്ച് ക്വാറി വേസ്റ്റിട്ട വഴിയിലെ കുഴികൾ നികത്തിയാണ് അല്പമെങ്കിലും സഞ്ചാരയോഗ്യമാക്കിയത്. ഈ ഫണ്ട് തിരിച്ചു നൽകുമെന്ന് വല്ലച്ചിറ പഞ്ചായത്ത് അധികൃതർ നൽകിയ ഉറപ്പും ഫലം കണ്ടില്ല. വീട്ടുകാർ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയുള്ള യാത്രക്കിടെ തകരാറിലാകുന്നത് പതിവാണ്. ഈ വഴി വളരെയധികം മോശമായിരുന്നു. ഓട്ടോറിക്ഷയൊന്നും വരില്ല. പിന്നെ സ്കൂട്ടിയിലൊക്കെ അന്വേഷിച്ച് വരുന്നവരൊക്കെ വീഴാറുണ്ട് കുഴിയിൽ. അങ്ങനെ വീണ് എൻ്റെ ഭർത്താവിന് ഓട്ടോറിക്ഷയും വീട്ടിലേക്ക് വരാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
എന്നിട്ട് ഞങ്ങൾ കോറി വേസ്റ്റ് അടിച്ച് ഇതാക്കിയപ്പോൾ ഈ മഴയൊക്കെ പെയ്തപ്പോൾ അതൊക്കെ ഒലിച്ച് പോയി. ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്, വണ്ടികളൊന്നും വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് റേഷൻ കടയിൽ പോയാലോ സാധനങ്ങൾ കൊണ്ടുവന്നാലോ ഈ വണ്ടിക്കാർ ഇങ്ങോട്ട് ഇറങ്ങില്ല, ആ റോട്ടിൽ നിർത്തുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കൊണ്ടുവരാനൊക്കെ. കുഞ്ഞു പിള്ളേരാണ് ഉള്ളത്. അപ്പോൾ ഒരാളെ സ്കൂളിലാക്കാനും ഈ വഴി കയറിപ്പോകണം, ഒരാളെ അംഗനവാടിക്ക് കൊണ്ടാക്കാനും ഈ വഴി കയറിപ്പോകണം. എന്നും പിള്ളേർ ഈ വഴി കൂടെ വരുമ്പോൾ വീഴ്ചയും കാലുപൊട്ടലും ചെരുപ്പ് പൊട്ടലും ഇതായിട്ട്, അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ അതിലും ഓട്ടോറിക്ഷക്കാർ ആരും ഈ വഴിക്ക് ഇറങ്ങി വരില്ല. നമ്മൾ എന്ത് മേടിച്ച് കഴിഞ്ഞാലും ആ വഴിയിൽ അവർ നിർത്തി തരുള്ളൂ. നമ്മൾ സാധനങ്ങൾ ഫുള്ള് താങ്ങിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട്. പിള്ളേരെ 2 നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ആദ്യ തവണ ഇളങ്കുന്ന് സ്ട്രീറ്റിനായി MLA അനുവദിച്ച ഫണ്ട് വാർഡ് മെമ്പർ വനജ ബാബുവിന്റെ വീടിന് സമീപത്തെ ഫ്രീഡം റോഡിന്റെ നിർമ്മാണത്തിനായി ചെലവഴിച്ചു. ഇളങ്കുന്ന് സ്ട്രീറ്റിനായി രണ്ടാമത് അനുവദിച്ച ഫണ്ട് പേരിനു മാത്രം തകരാറുള്ള നവപുഷ്പ കലാസമിതി റോഡ് നിർമ്മാണത്തിനുമായി ചിലവഴിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇളങ്കുന്ന് സ്ട്രീറ്റിലെ വീട്ടുകാർ നോ റോഡ് നോ വോട്ട് എന്ന മുദ്രാവാക്യം എഴുതിയ ബാനർ സ്ഥാപിച്ച പ്രതിഷേധം അറിയിച്ചെങ്കിലും MLAയും പഞ്ചായത്ത് അധികൃതരും അവഗണിക്കുകയായിരുന്നു. 90 വയസ്സുള്ള അമ്മൂമ്മയെ കസേരയിൽ ഇരുത്തി ചുമന്നാണ് ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോകുന്നത്. ഓട്ടോ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് വിളിച്ചാലും ഈ വഴി വരാൻ മടിക്കുന്ന സാഹചര്യമാണുള്ളത്. വർഷങ്ങളായുള്ള അവഗണനയിൽ മനം മടുത്ത CPI ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ പ്രദേശവാസി സുരേന്ദ്രൻ വെള്ളാനിക്കര സ്ഥാനം രാജിവെച്ചത് ഏതാനും ദിവസം മുൻപാണ്. സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ഇളങ്കുന്ന് സ്ട്രീറ്റ് നിവാസികൾ ഏറെ ദുരിതത്തിലാണ്. പരാതിയുമായി ചെല്ലുമ്പോഴെല്ലാം ഇപ്പോൾ ശരിയാക്കി തരാമെന്ന പതിവ് പല്ലതിയാണ് ബന്ധപ്പെട്ട അധികൃതർ ആവർത്തിക്കുന്നത്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ബഹിഷ്കരണം നടത്തി വല്ലച്ചിറ പഞ്ചായത്ത് അധികൃതർക്കും MLAയ്ക്കും ചുട്ട മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഇളങ്കുന്ന് സ്ട്രീറ്റിലെ കുടുംബങ്ങൾ. ഊരകത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും പണം കവരുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. ഊരകം ചെറിയപാലം സ്വദേശി വെളിയത്ത് വീട്ടിൽ കണ്ണനാണ് അറസ്റ്റിലായത്. ഊരകം ചെറിയപാലം വെളിയത്ത് വീട്ടിൽ 18 വയസ്സുള്ള കണ്ണൻ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 30-ാം തീയതി രാത്രി 11 മണിയോടെ ഊരകം പണ്ടാരച്ചിറ സ്വദേശി തട്ടാരപ്പുരക്കൽ വീട്ടിൽ 32 വയസ്സുള്ള സന്ദീപിനെ പണ്ടാരച്ചിറയിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കത്തിക്കൊണ്ട് ആക്രമിക്കുകയും വീട്ടിലെ അലമാരയിലുണ്ടായിരുന്ന 80,000 രൂപ കവരുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വീട്ടിലെ അലമാരയും ഫ്രിഡ്ജും പ്രതി തല്ലിപ്പൊളിക്കുകയും ചെയ്തിരുന്നു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പ്രതി സന്ദീപിന്റെ വീട്ടിലേക്ക് വന്ന വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന സന്ദീപിനെ വിളിച്ചുണർത്തി 500 രൂപ ആവശ്യപ്പെടുകയും പണം നൽകാത്തതിനുള്ള വൈരാഗ്യത്താൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. സന്ദീപ് പ്രതികളെ തള്ളിമാറ്റി വീട്ടിൽ നിന്നും ഇറങ്ങിയോടി അടുത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ സന്ദീപ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അമ്മയും സഹോദരിയും അടുത്തുള്ള തറവാട്ട് വീട്ടിലായിരുന്നു. തുടർന്ന് അവരെ വിളിച്ചു വരുത്തി ആംബുലൻസിൽ സന്ദീപിനെ ചികിത്സയ്ക്കായി ചേർപ്പ് ആശുപത്രിയിലേക്കും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. സന്ദീപിന്റെ അമ്മ 31-ന് പുലർച്ചെ ചികിത്സാവശ്യത്തിനായി പണം എടുക്കുന്നതിനായി വീട്ടിലെത്തിയപ്പോഴാണ് അലമാര തുറന്നു കിടക്കുന്നതായും അലമാരയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 80,000 രൂപ നഷ്ടപ്പെട്ടതായും അലമാരയും ഫ്രിഡ്ജും തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്നതും കണ്ടത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സന്ദീപിന്റെ മൊഴിയിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേസിലെ 1-ാം പ്രതിയായ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി കൂടിയായ അച്ചു എന്ന് വിളിക്കുന്ന 21 വയസ്സുള്ള അക്ഷയ് എന്നയാളെ ജൂലൈ 31-ന് തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS സരിൻ, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ്, GSCPO അനീഷ് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുള്ളത്. സഞ്ജീവനി സമിതിയും ദേശീയ സേവാഭാരതിയും സംയുക്തമായി ചേർന്ന് നിർമ്മിച്ച ഡയാലിസിസ് സെന്റർ ഊരകത്ത് പ്രവർത്തനം ആരംഭിച്ചു. നിർധന രോഗികൾക്കായാണ് സൗജന്യ ഡയാലിസിസ് സെന്റർ സജ്ജമാക്കിയത്. ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് നടന്ന ചടങ്ങിൽ കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. കൊടുക്കുന്ന കൈകൾക്കാണ് മഹാത്മ്യം, പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളേക്കാൾ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദൈവമില്ല എന്നല്ല ഞാൻ പറയണത്, നേരിൽ കാണുന്ന കാര്യങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കേണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ഈ ഡയാലിസിസ് യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റൽസും എല്ലാ ഇതേമാതിരി സേവനം നടത്തുന്നവരൊക്കെ ഡയാലിസിസ് യൂണിറ്റുണ്ട്. ഇന്ന് യാദൃച്ഛികമായി ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചെറുമൽ അച്ഛനെ കണ്ടു. തിരികെ വന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം. അപ്പോൾ ആളുകൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതിലൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് നടത്തി കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവരോട് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർമാരുടെയും മാത്രമേ ഹോസ്പിറ്റലിൻ്റെയും സഹായം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 യൂണിറ്റാണ് ഇവിടെ ഉള്ളത്.
അത് നല്ല രീതിയിൽ നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചും സംഘവുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് മാത്രം തന്നെയാണ് അത്ര വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുകയുള്ളൂ. ഇതിന് വലിയൊരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ സഹായം എപ്പോഴും ആവശ്യമുണ്ട്. പിന്നീട് ഈ കിഡ്നി രോഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിവിടെ എനിക്ക് പറയാനുള്ളത്, ഈ പ്രവർത്തകരോട് പറയാനുള്ളത്, ഈ രോഗം അത് വരുന്നവർക്ക് ആർക്കും തന്നെ ഇതിൻ്റെ കാഠിന്യം അറിയില്ല. എല്ലാവരും കുറേ ചികിത്സിക്കും, ആൻറ്റിബയോട്ടിക് കൊടുക്കും, ഇഞ്ചക്ഷൻസ് കൊടുക്കും. അതിനുശേഷം ഡയാലിസിസ് തുടങ്ങുമ്പോൾ ഈ ഡയാലിസിസ് ഒരു 10 ദിവസം 1 മാസം കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്നാണ് രോഗികൾ കണക്കാക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷയായി. ഡയാലിസിസ് പേഷ്യൻസിന് 4000 രൂപ മാസം ധനസഹായം നൽകുന്ന ഒരു പ്രൊജക്റ്റ് സർക്കാർ അനുവദിച്ച് നൽകിയിട്ട് ഒരു 2 വർഷം, ഇതൊരു 3ാമത്തെ വർഷമായിട്ടുണ്ട്. അവിടെയും പലപ്പോഴും ഞങ്ങൾക്ക് നിസ്സഹായരായി നിന്ന് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ശരിക്കും ഈ ഒരു പൈസ കൊണ്ട് ആഴ്ചയിൽ 3 ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവർക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാരിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പ്രവൃത്തികൾ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം തികച്ചും നമ്മളറിയാം, നമ്മുടെ വലിയൊരു പ്രായത്തിനെയും കോവിഡിനെയും ഒക്കെ നമ്മൾ നേരിട്ടത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനങ്ങളെല്ലാം ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അതിജീവിച്ച് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ സമൂഹത്തിലുള്ള നല്ല മനസ്സുള്ളവരുടെയും നല്ല സംഘടനകളുടെയും ഒക്കെ ഒരു സഹായഹസ്തത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. RSSന്റെ മുതിർന്ന പ്രചാരകൻ എസ് സേതുമാധവൻ സേവാ സന്ദേശം നൽകി. സഞ്ജീവനി സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ ആമുഖ വിവരണം നടത്തി. സഞ്ജീവനി സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് KG അച്യുതൻ സന്ദേശം നൽകി. ഡയാലിസിസ് മെഷീനുകളുടെ കൈമാറൽ ആത്രേയ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാംകുമാർ മേനോൻ നിർവഹിച്ചു. മെഷീൻ സമർപ്പിച്ച ഭീമ ജ്വല്ലേഴ്സ് ഡയറക്ടർ L കേദാർനാഥ് മുഖ്യാതിഥിയായി. സമിതി ട്രഷറർ KR ദേവദാസ്, പാലാഴി ശ്രീകൃഷ്ണാശ്രമത്തിലെ സ്വാമി ശാന്താനന്ദ സരസ്വതി, RSS പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ, ദേശീയ സേവാഭാരതി കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീറാം ശങ്കർ, പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ, സേവാഭാരതി തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ഋഷിൻ സുമൻ, സഞ്ജീവനി സമിതി വൈസ് പ്രസിഡന്റ് KR സന്തോഷ് എന്നിവർ സംസാരിച്ചു. മിഷനറികൾ ഒഴിച്ച് 1 കോടി രൂപ ചെലവിലാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചത്. 10 ബെഡുകളാണ് സൗജന്യ ഡയാലിസിസ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 4 ബെഡുകൾ നിലവിൽ പ്രവർത്തന സജ്ജമാണ്. ആത്രേയ ആശുപത്രിയുടെ പങ്കാളിത്തവും 3 ഡോക്ടർമാരുടെ സേവനവും ഡയാലിസിസ് സെന്ററിലുണ്ട്. ഡോക്ടർ ഋഷിൻ സുമന്റെ നേതൃത്വത്തിൽ രോഗികൾക്ക് ബോധവൽക്കരണവും നടത്തും. തൃശൂർ ജില്ലയിലെ അടക്കം നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് സെന്ററിൽ ചികിത്സ ലഭ്യമാക്കും. ഊരകത്ത് സഞ്ജീവനി സമിതിയുടെ സ്വന്തം സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ച് വയോജനങ്ങൾക്കായി പകൽ വീട്, സഞ്ചരിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, ഫിസിയോതെറാപ്പി, കൗൺസിലിംഗ് സെന്ററുകളും തുടങ്ങാൻ ഒരുങ്ങുകയാണ് സമിതി. കുരുന്നുകൾക്കായി വർണ്ണാഭമാർന്ന വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളുമായി പെരുമ്പിള്ളിശ്ശേരിയിൽ ചിൽഡ്രൻസ് ബേബി ആൻഡ് കിഡ്സ് വേൾഡ് പ്രവർത്തനം ആരംഭിച്ചു. കുരുന്നുകളുടെ മനം കീഴടക്കുന്ന ആകർഷകമായ വസ്ത്രങ്ങളുടെയും കളിപ്പാട്ടങ്ങളുടെയും ശേഖരമാണ് ചിൽഡ്രൻസ് ബേബി ആൻഡ് കിഡ്സ് വേൾഡിൽ ഉള്ളത്. കുട്ടികൾക്കായി പ്രത്യേകമായി ഒരുക്കിയ വൈവിധ്യമാർന്ന വസ്ത്രങ്ങളാണ് ചിൽഡ്രൻസ് ബേബി ആൻഡ് കിഡ്സ് വേൾഡിലുള്ളത്. ആകർഷകമായ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ കുരുന്നുകളെ തൃപ്തിപ്പെടുത്തുന്നതാണ്. വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമാണ് ഇവിടെയുള്ള വസ്ത്രശേഖരം. ഇതോടൊപ്പം ആകർഷകമായ കളിപ്പാട്ടങ്ങളും കുരുന്നുകൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ചിൽഡ്രൻസ് ബേബി ആൻഡ് കിഡ്സ് വേൾഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്.
കളിപ്പാട്ടങ്ങൾക്ക് 30% മുതൽ വിലക്കുറവാണ് ഓഫറായി നൽകുന്നത്. വസ്ത്രങ്ങൾക്ക് 10% വിലക്കുറവും ചിൽഡ്രൻസ് ബേബി ആൻഡ് കിഡ്സ് വേൾഡ് വാഗ്ദാനം ചെയ്യുന്നു. മികച്ച വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും സ്വന്തമാക്കി സന്തോഷം തുടങ്ങാൻ കുരുന്നുകളെ വരവേൽക്കുകയാണ് പെരുമ്പിള്ളിശ്ശേരിയിൽ തുറന്ന ചിൽഡ്രൻസ് ബേബി ആൻഡ് കിഡ്സ് വേൾഡ്. വെങ്ങണിശ്ശേരി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. ചേർപ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സേതുമാധവൻ ജന്മദിന ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വെങ്ങണിശ്ശേരി സെന്ററിൽ സംഘടിപ്പിച്ച സദ്ഭാവന ദിനാചരണം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. ചേർപ്പ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ സെൻ സദ്ഭാവന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മികച്ച യുവ കർഷകൻ ജോബി ചെറിയത്തിനെ ചടങ്ങിൽ ആദരിച്ചു. പാറളം മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് നാരായണദാസ് ആദരിക്കൽ നിർവഹിച്ചു. സദ്ഭാവന ദിനത്തിന്റെ ഭാഗമായുള്ള വൃക്ഷത്തൈ നടീൽ മോഹൻദാസ് കൈലാത്ത് നിർവഹിച്ചു. കോൺഗ്രസ് പാറളം മണ്ഡലം വൈസ് പ്രസിഡന്റ് സിഒ ജോൺസൺ, ഡെന്നിസ് പെല്ലിശ്ശേരി, കെ.ഒ. ഡേവിസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അരുൺ സൂര്യ, പി ജിജോ, ജോബി ചെറിയത്ത്, INTUC നേതാക്കളായ CR മണി, കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു. പൊന്നിൻ പ്രൗഢി പകർന്ന് കൊടകരയിൽ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് 45 വർഷത്തെ സേവന പാരമ്പര്യമുള്ള രാജ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാറിലെ വൻ വിജയത്തിന് ശേഷമാണ് ഇപ്പോൾ കൊടകരയുടെ മണ്ണിലും പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. എനിക്കൊന്ന് 45 വർഷത്തോളം മാനുഫാക്ചറിങ് ആൻഡ് ഹോൾസെയിലിൽ വലിയ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് രാജ് ഗ്രൂപ്പ്. രാജ് ഗ്രൂപ്പിൻ്റെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 2ാമത്തെ ഷോറൂമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. തൃപ്രയാറും ഉണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അകത്ത് എന്തൊക്കെയാണ് കളക്ഷൻസ് എന്ന് കാണാൻ. അതുപോലെ ഹേർഡ് ഒരുപാട് നല്ല ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള കളക്ഷൻസാണ് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. തൃപ്രയാറും ഇവിടെയും മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതിയ ഷോറൂംസുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളെല്ലാവരെയും ഇവിടെ കാണാൻ സാധിച്ചാലും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഈ വേദിയിൽ
പങ്കിടാൻ സാധിക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും ഞങ്ങളൊക്കെ ഇന്ന് ഈ വേദി നിൽക്കുന്ന നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. ഇഷാരയുടെ രണ്ടാമത്തെ ഷോറൂമായി കൊടകരയിൽ തുടങ്ങിയ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നടി നമിത പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. വിലാസിനി ചെമ്പാറ, വിജയൻ ചെമ്പാറ, ഉണ്ണികൃഷ്ണൻ ചെമ്പാറ, ശശി പോട്ടയിൽ, ഉഷ പോട്ടയിൽ, ഇഷാര MD സാഗർ പോട്ടയിൽ, ജിഗ്മ സാഗർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ജലജ രാജൻ ചെമ്പാറയിൽ ആദ്യ വിൽപ്പന നടത്തി. KR ഗ്രൂപ്പ് ചെയർമാൻ KR ദിനേശൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. TJ സനീഷ് കുമാർ ജോസഫ് MLA, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം CD സിബി, കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ചിറയത്ത, ജ്വല്ലറി മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK സാബു, കൊടകര മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ജോസഫ്, BJP ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ, മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ, ഇഷാര PRO ഉബൈദ്, സീനിയർ ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച നിരവധി സമ്മാനങ്ങളാണ് ഇഷാര ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ എത്തിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 3 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സെപ്റ്റംബർ 30 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ പ്രത്യേക ബമ്പർ സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി കപ്പിൾ പാക്കേജിൽ മലേഷ്യൻ യാത്രയ്ക്കുള്ള അവസരമാണ് കാത്തിരിക്കുന്നത്. കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് ചെയിനും സമ്മാനമായി നൽകും. സ്വപ്നതുല്യമായ ഡിസൈനിങ് സ്വർണ്ണാഭരണങ്ങളുടെയും ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കമനീയ ശേഖരം തന്നെയാണ് കൊടകരയിലെ ഇഷാരയിൽ ഒരുക്കിയിരിക്കുന്നത്. ഹോൾസെയിൽ വിലയിൽ ഷോറൂമിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് സ്വർണം സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത്. സന്ദർശിക്കുക ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊടകര. മനക്കൊടി കിഴക്കുംപുറത്ത് ഉപയോഗശൂന്യമായി കിടന്ന കുളത്തിന് ഒടുവിൽ ശാപമോക്ഷം. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള വക്കീൽ കുളമാണ് നവീകരണത്തിലൂടെ പുതുജീവൻ നേടിയത്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി തീർത്തും ഉപയോഗശൂന്യമായിരുന്നു വക്കീൽ കുളം എന്നറിയപ്പെടുന്ന പൊതുകുളം. കഴിഞ്ഞ 20 വർഷമായി മാലിന്യങ്ങൾ നിറഞ്ഞ തീർത്തും ഉപയോഗശൂന്യമായി മാറിക്കഴിഞ്ഞിരുന്നു വക്കീൽ കുളം. സാമൂഹ്യവിരുദ്ധർ കൊണ്ടുവരുന്ന മാലിന്യങ്ങളെല്ലാം തള്ളിയിരുന്നതും വക്കീൽ കുളത്തിലായിരുന്നു. കാലങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നതാണ് കുളം നവീകരിക്കണമെന്നത്. ഇതിന്റെ ഭാഗമായി വക്കീൽ കുളത്തിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു. കുളത്തിലെ അഴുക്കും ചെളിയുമെല്ലാം നീക്കം ചെയ്ത ശേഷം വെള്ളം ശുചീകരിച്ചു. കൂടാതെ കുളത്തിന്റെ അരിക് ബലപ്പെടുത്തുകയും മലിനവസ്തുക്കൾ കുളത്തിലേക്ക് എറിയുന്നത് തടയാനായി മതിലിൽ ഗ്രില്ല് സ്ഥാപിക്കുകയും ചെയ്തു. 12 സെന്റ് സ്ഥലത്തുള്ള വക്കീൽ കുളത്തിന്റെ നവീകരണത്തിനായി 3 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ നവീകരിച്ച കുളം നാടിന് സമർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് CJ സജീഷ് അധ്യക്ഷനായി. നവീകരിച്ച വക്കീൽ കുളത്തിൽ കൃഷി ചെയ്യാനായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കലും ഇതോടനുബന്ധിച്ച് നടന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KK ഹരിദാസ് ബാബു, വാർഡംഗം ഷിമി ഗോപി, വാർഡ് തല സമിതി കൺവീനർ KA അജയ്കുമാർ, അഡ്വക്കേറ്റ് ജോർജ് കൊള്ളന്നൂർ, CDS മെമ്പർ കവിത സുരേഷ് എന്നിവർ സംസാരിച്ചു. മത്സ്യകൃഷിയുടെ ഭാഗമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ചത്. പ്രദേശവാസികളായ സനിൽ, സബിൻ എന്നിവർക്കാണ് മത്സ്യകൃഷി നടത്താനായി നവീകരിച്ച കുളം പഞ്ചായത്ത് വിട്ടു നൽകിയത്. ഇതിലൂടെ യുവാക്കൾക്ക് തൊഴിലും നവീകരിച്ച പഞ്ചായത്ത് കുളത്തിന് സംരക്ഷണവും എന്നതാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അരിമ്പൂർ പഞ്ചായത്തിലെ 7-ാം വാർഡ് പ്രദേശത്ത് കാലങ്ങളായിട്ട് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയിരുന്ന ഒരു കുളമായിരുന്നു ഈ വക്കീൽ കുളം. ഈ കുളം സംരക്ഷിക്കുക എന്നത് ഇവിടുത്തെ നിരന്തര ആവശ്യമായിരുന്നു.
പല തവണ ഇതിന് ശ്രമിച്ചിട്ടും നടക്കാതെ പോയൊരു കാര്യമാണ്. ഇതിലെ കാലങ്ങളായി കിടക്കുന്ന മാലിന്യമായിരുന്നു പ്രശ്നം. എന്നാൽ ഈ ഭരണസമിതി വലിയ ഒരു ഇടപെടലിലൂടെ ആ മാലിന്യം മാറ്റുകയും അതോടൊപ്പം തന്നെ ജലം സംരക്ഷണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിലെ 2 യുവാക്കൾക്ക് സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് മത്സ്യം വളർത്തുന്നുള്ള ഒരു പദ്ധതിക്കായി കുളം വിട്ടു നൽകുകയും ചെയ്തു. ഒരേ സമയം മാലിന്യമുക്ത നവകേരളത്തിനായിട്ടുള്ള ഒരു പദ്ധതി പ്രകാരം കുളം സംരക്ഷണവും ജലസംരക്ഷണവും അതുപോലെ തന്നെ സ്വയം തൊഴിലും എന്ന ഒരു ലക്ഷ്യമാണ് 7ാം വാർഡിലെ ഈ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കാൻ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിനായത്. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ മുതൽ NDRF സംഘം നടത്തിയ തിരച്ചിലിലാണ് പൊന്മാനിക്കുടം കടവിന്റെ 1/2 കിലോമീറ്റർ തെക്കുമാറി അഖിൽ രാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. NDRF സംഘം നടത്തിയ തെരച്ചിലിലാണ് പൊന്മാനിക്കുടം കടവിന്റെ 1/2 കിലോമീറ്റർ തെക്കുമാറി അഖിൽ രാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കയ്പമംഗലം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് ബൈക്ക് യാത്രികൻ കോവിലകം സ്വദേശി പുന്നയ്ക്കത്തറ വീട്ടിൽ അഖിൽ രാജിനെ പുഴയിൽ വീണ് കാണാതായത്. ഫയർഫോഴ്സിന്റെ തെരച്ചിലിൽ ബൈക്ക് കണ്ടെത്തിയിരുന്നെങ്കിലും യുവാവിനെ കണ്ടെത്താനായിരുന്നില്ല. പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് പറന്നുപോയത് 3 കിലോമീറ്റർ ദൂരം. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന ജാം ഹെയർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ബോർഡാണ് കാറ്റിൽ പറന്നുപോയത്. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന ജാം ഹെയർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ബോർഡാണ് കാറ്റിൽ ഉയർന്നു പൊങ്ങി 3 കിലോമീറ്റർ ആകാശത്തിലൂടെ സഞ്ചരിച്ച് ചക്കരപ്പാടത്ത് എത്തിയത്. ചക്കരപ്പാടം പോണിശ്ശേരി അബ്ദുൽ മനാഫിന്റെ വീട്ടുപറമ്പിലാണ് ബോർഡ് വന്ന് വീണത്. 10 അടി നീളവും 4 അടി വീതിയുമുള്ള ബോർഡ് 3 കിലോമീറ്റർ പറന്നത് വിശ്വസിക്കാനാവാതെ കുഴങ്ങുകയാണ് കടയുടമയും വീട്ടുകാരനും. ഇതിനിടെ ഇതിന്റെ വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഭവം സത്യമാണെന്ന് ജനങ്ങളും തിരിച്ചറിയുന്നത്. ആകാശത്ത് എന്തോ പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ചക്കരപ്പാടം സ്വദേശി ഷെജീബാണ് ദൃശ്യം പകർത്തിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9230 രൂപ, പവന് 73,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറയിൽ നടുവൊടിക്കുന്ന ദുരിത വഴിയിൽ വലഞ്ഞ് 9 കുടുംബങ്ങൾ. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പെടുന്ന ഇളങ്കുന്ന് സ്ട്രീറ്റിലെ കുടുംബങ്ങളാണ് പഞ്ചായത്ത് അധികൃതരുടെയും MLAയുടെയും അവഗണനയാൽ ദുരിത വഴി താണ്ടുന്നത്. ഊരകത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും പണം കവരുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. ഊരകം ചെറിയപാലം സ്വദേശി വെളിയത്ത് വീട്ടിൽ കണ്ണനാണ് അറസ്റ്റിലായത്. സഞ്ജീവനി സമിതിയും ദേശീയ സേവാഭാരതിയും സംയുക്തമായി ചേർന്ന് നിർമ്മിച്ച ഡയാലിസിസ് സെന്റർ ഊരകത്ത് പ്രവർത്തനം ആരംഭിച്ചു. നിർധന രോഗികൾക്കായാണ് സൗജന്യ ഡയാലിസിസ് സെന്റർ സജ്ജമാക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.